എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള കാറ്റഗറി ലിസ്റ്റും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech, ബയോടെക്നോളജി തുടങ്ങി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു കോളേജിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഒന്നും നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. നാളെയോടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷനുകളൊക്കെ നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് MBBS ആണ് താല്പര്യമുള്ളതെങ്കിൽ MBBS ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് നാളെയോടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അഗ്രികൾച്ചർ കോഴ്സ് ഉൾപ്പെടെ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നാളെ മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എന്നിങ്ങനെയുള്ള ലിസ്റ്റുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ആയുർവേദ ഫൈനൽ റാങ്ക് ലിസ്റ്റും വെബ്സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ആണ് ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഡേറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് MBBS കിട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു വർഷം 27,000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് വരുന്നതാണ്. അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷന് ഏകദേശം 5,000-ഓളം രൂപ ഫീസ് ഇനത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. എൻജിനീയറിങ്ങിന് 2,000 രൂപയാണ് ഫീസ്. എന്നാൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്ക് മുൻ വർഷം 5,000-ഓളം രൂപയാണ് ഫീസ് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഫീസ് ഉണ്ടായിരുന്നത്. ആ ഒരു ഫീസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തിരികെ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ടല്ല നിങ്ങളുടെ ആ ഒരു കോഴ്സ് ഫീസിൻ്റെ ഒരു ഭാഗമായിട്ട് അത് ആഡ് ചെയ്യുകയും അതിനുശേഷം ബാക്കി പൈസ മാത്രമാണ് കോഴ്സ് ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ട് ഇനത്തിൽ തിരികെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ അടക്കുന്ന ആ ഒരു പൈസ നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ള കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.